എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഓൾ പി എസ് സി എക്സാം ടിപ്സിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന കേരള പി എസ് സി ഇപ്പോൾ പരീക്ഷകളിലൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക്കുകൾ ഒന്ന് റിവിഷനായിട്ട് നമ്മളൊന്ന് പരിചയപ്പെടുകയാണ്. ഇപ്പോൾ പരീക്ഷകളിലൊക്കെ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് അഡ്വക്കേറ്റ് ജനറൽ എന്ന് പറയുന്ന ടോപ്പിക്ക്. ഈ ഒരു ടോപ്പിക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഭാഗത്തും അതോടൊപ്പം തന്നെ കേരള ഗവർണൻസ് എന്ന് പറയുന്ന ഭാഗത്തും ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിന് കീഴിൽ വരുന്നതാണ്. അതായത് രണ്ട് ഭാഗത്തും ഇത് വരുന്നുണ്ട്. അപ്പോൾ ഒന്നിൽ കൂടുതൽ ചോദ്യങ്ങൾ ഒരുപക്ഷെ ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അഡ്വക്കേറ്റ് ജനറലുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങൾ ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. നമ്മളൊന്ന് റിവിഷൻ ചെയ്യാനായിട്ട് പോവുകയാണ്. നമുക്കറിയാം, കേന്ദ്ര തലത്തിലുള്ള ഒരു പദവിയാണ് അറ്റോർണി ജനറൽ എന്ന് പറയുന്നത്. കേന്ദ്ര തലത്തിൽ ഉള്ള ഒരു പദവിയാണ് അറ്റോർണി ജനറൽ എന്ന് പറയുന്നത്. ഈ പദവിക്ക് സമാനമായ സംസ്ഥാന തലത്തിലെ പദവി ഏതാണ് എന്ന് ചോദിച്ചാൽ അവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് അഡ്വക്കേറ്റ് ജനറലാണ്. നമ്മളിപ്പോൾ പരിചയപ്പെടുന്ന അഡ്വക്കേറ്റ് ജനറലാണ് ഈ ഒരു അറ്റോർണി ജനറലിന് സമാനമായിട്ടുള്ള സംസ്ഥാന തലത്തിലെ പദവി എന്ന കാര്യം ഓർത്തിരിക്കുക. കേന്ദ്ര തലത്തിലുള്ള അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ച് ഭരണഘടനയിൽ പറയുന്നത് ആർട്ടിക്കിൾ 76-ലാണെങ്കിൽ അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ച് ഭരണഘടനയിൽ പറയുന്നത് 165-ലാണ്. അറ്റോർണി ജനറലിനെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 76-ലാണ്. അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ച് 165-ലാണ് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് സ്ഥാപനങ്ങളെ കുറിച്ചും നമ്മുടെ ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നത് കൊണ്ട് തന്നെ ഈ രണ്ട് സ്ഥാപനങ്ങളും എന്ത് തന്നെയാണ്, ഒരു ഭരണഘടനാ സ്ഥാപനങ്ങളാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും, അല്ലെങ്കിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ചാണ്. അറ്റോർണി ജനറലിന് സമാനമായ സംസ്ഥാന പദവിയായ അഡ്വക്കേറ്റ് ജനറൽ, അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ പറഞ്ഞു 165-ആണ്. ഇനി സംസ്ഥാന സർക്കാരിന്റെ നിയമോപദേശകൻ എന്നറിയപ്പെടുന്നത് ആര് എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടതും ഏത് തന്നെയാണ്, ഈ പറയുന്ന അഡ്വക്കേറ്റ് ജനറലാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. സംസ്ഥാന സർക്കാരിന്റെ നിയമോപദേശകൻ എന്നറിയപ്പെടുന്നത് അഡ്വക്കേറ്റ് ജനറലാണ്. ഇനി അഡ്വക്കേറ്റ് ജനറലുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു പരീക്ഷ എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ്മെന്റ് രൂപത്തിലായിരിക്കും പരീക്ഷയിലെ ചോദ്യങ്ങളൊക്കെ വരിക. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് റിവൈസ് ചെയ്തിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാനായിട്ട്. അതിൽ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, അഡ്വക്കേറ്റ് ജനറലിനെ നിയമിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഗവർണറാണ്. എന്നാൽ അത് മന്ത്രിസഭയുടെ ഉപദേശപ്രകാരമാണ് ഈ പറയുന്ന അഡ്വക്കേറ്റ് ജനറലിനെ ആര് നിയമിക്കുന്നത്, ഗവർണർ നിയമിക്കുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ അഡ്വക്കേറ്റ് ജനറലിനെ നിയമിക്കുന്നത് ആര് എന്ന് ചോദിച്ചാൽ അത് ഗവർണറാണ്, മന്ത്രിസഭയുടെ ഉപദേശപ്രകാരം. ഇനി അഡ്വക്കേറ്റ് ജനറലിന്റെ കാലാവധിയെക്കുറിച്ച് നമ്മുടെ ഭരണഘടനയിൽ പറയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പറയുന്നില്ല എന്ന കാര്യം ഓർത്തിരിക്കുക. അതേപോലെ തന്നെ അഡ്വക്കേറ്റ് ജനറലിനെ അഡ്വക്കേറ്റ് ജനറലിനെ പദവിയിൽ നിന്ന് പുറത്താക്കുന്നതിനെ കുറിച്ച്, അതിന്റെ നടപടിക്രമത്തെക്കുറിച്ച് ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രതിപാദിക്കുന്നില്ല എന്ന പോയിന്റ് ഓർത്തിരിക്കുക. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. കാലാവധിയെക്കുറിച്ച് നമ്മുടെ ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നില്ല. അഡ്വക്കേറ്റ് ജനറലിനെ പുറത്താക്കുന്ന നടപടിക്രമത്തെക്കുറിച്ച് ഭരണഘടനയിൽ പറയുന്നില്ല. ഗവർണറുടെ അനുവാദ പ്രകാരമാണ് അദ്ദേഹം ഈ ഒരു സ്ഥാനത്ത് തുടരുന്നത്. അതുകൊണ്ട് തന്നെ ഏത് സമയത്തും ഗവർണർക്ക് എന്ത് ചെയ്യാം, അഡ്വക്കേറ്റ് ജനറലിനെ പുറത്താക്കാവുന്നതാണ് എന്നതാണ് ഇവിടെ ഓർത്തിരിക്കുന്ന പ്രധാനപ്പെട്ട പോയിന്റ്. കാലാവധിയെക്കുറിച്ച് പറയുന്നില്ല, പുറത്താക്കുന്ന നടപടിക്രമത്തെക്കുറിച്ച് പറയുന്നില്ല. ഗവർണറുടെ അനുവാദ പ്രകാരമാണ് അദ്ദേഹം ഈ ഒരു സ്ഥാനത്ത് തുടരുന്നത്. അതുകൊണ്ട് തന്നെ ഏത് സമയത്തും ഗവർണർക്ക് എന്ത് ചെയ്യാം, അഡ്വക്കേറ്റ് ജനറലിനെ പുറത്താക്കാവുന്നതാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി നമ്മൾ അടുത്ത പരിചയപ്പെടുന്നത് ഈ അഡ്വക്കേറ്റ് ജനറലിന്റെ യോഗ്യതയാണ്. അഡ്വക്കേറ്റ് ജനറലിന്റെ യോഗ്യത എന്ന് പറയുന്നത് ഹൈക്കോടതി ജഡ്ജിന്റെ യോഗ്യതയ്ക്ക് തുല്യമാണ്. ഹൈക്കോടതി ജഡ്ജിന്റെ യോഗ്യതയ്ക്ക് തുല്യമാണ് അഡ്വക്കേറ്റ് ജനറലിന്റെ യോഗ്യത. അതായത് ഒരു ഹൈക്കോടതി ജഡ്ജ് ആകാനുള്ള യോഗ്യതയുള്ള ഒരു വ്യക്തിക്ക് അഡ്വക്കേറ്റ് ജനറൽ ആകാനും യോഗ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഹൈക്കോടതി ജഡ്ജിന്റെ യോഗ്യത എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹം ഒരു ഇന്ത്യൻ പൗരനായിരിക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് 10 വർഷത്തിൽ കുറയാതെ ഇന്ത്യയിൽ ഒരു ജുഡീഷ്യൽ ഓഫീസിൽ പ്രവർത്തിച്ചിരിക്കണം. എന്താണ് ഇവിടെ പറയുന്നത്, 10 വർഷത്തിൽ കുറയാതെ ഇന്ത്യയിലെ ഒരു ജുഡീഷ്യൽ ഓഫീസിൽ പ്രവർത്തിച്ചിരിക്കണം. അപ്പോൾ ഇവിടെ ഒരു യോഗ്യത പറയാണ്, 10 വർഷത്തിൽ കുറയാതെ ഇന്ത്യയിലെ ഒരു ജുഡീഷ്യൽ ഓഫീസിൽ പ്രവർത്തിച്ചിരിക്കണം. ഇതല്ലെങ്കിൽ അടുത്ത ഒരു കണ്ടീഷൻ പറയുന്നത് ഹൈക്കോടതികളിൽ 10 വർഷം അഭിഭാഷകനായുള്ള പ്രവൃത്തി പരിചയം. ഹൈക്കോടതിയിൽ 10 വർഷം അഭിഭാഷകനായുള്ള പ്രവൃത്തി പരിചയം. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്, ഹൈക്കോടതി ജഡ്ജിന്റെ യോഗ്യതയാണ്. അതിലൊന്ന് ഇന്ത്യൻ പൗരനായിരിക്കണം, 2 10 വർഷം കുറയാതെ ഇന്ത്യയിലെ ഒരു ജുഡീഷ്യൽ ഓഫീസിൽ പ്രവർത്തിച്ചിരിക്കണം,
അതല്ലെങ്കിലോ ഹൈക്കോടതിയിൽ 10 വർഷം അഭിഭാഷകനായുള്ള പ്രവൃത്തി പരിചയം ഉണ്ടാകണം. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് ഓക്കെയാണ്, ഇന്ത്യൻ പൗരനുമാണെങ്കിൽ എന്ത് ചെയ്യാം, ഹൈക്കോടതി ജഡ്ജാവാനുള്ള യോഗ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് ആരാകാനുള്ള യോഗ്യതയുണ്ട്, ഈ പറയുന്ന അഡ്വക്കേറ്റ് ജനറൽ ആകാനുള്ള യോഗ്യതയുണ്ട്. സിമ്പിളായിട്ട് PSC പരീക്ഷയിൽ ചോദിക്കുന്നു, അഡ്വക്കേറ്റ് ജനറലിൻ്റെ യോഗ്യത ഓപ്ഷനിൽ എന്തായിരിക്കും, ഒരു ഹൈക്കോടതി ജഡ്ജ് ആകാനുള്ള യോഗ്യത. ഇനി കുറച്ചും കൂടെ ആഴത്തിൽ ചോദിച്ചാൽ നമ്മളിപ്പോൾ പറഞ്ഞ ഇന്ത്യൻ പൗരനായിരിക്കണം, 10 വർഷത്തിൽ കുറയാതെ ഇന്ത്യയിൽ ഒരു ജുഡീഷ്യൽ ഓഫീസിൽ പ്രവർത്തിച്ചിരിക്കണം, അതല്ലെങ്കിൽ ഹൈക്കോടതിയിൽ 10 വർഷം അഭിഭാഷകനാകാനുള്ള പ്രവൃത്തി പരിചയം ഉണ്ടാകണം. അപ്പോൾ ഇത് രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് എന്താണ് ഓക്കെ ആയാൽ മതി. ഇനി നമ്മൾ അഡ്വക്കേറ്റ് ജനറലുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇദ്ദേഹത്തെ നിയമിക്കുന്നത് ഗവർണറാണെന്ന് പറഞ്ഞു. ഈ ഗവർണർക്ക് തന്നെയാണ് ഈ അഡ്വക്കേറ്റ് ജനറൽ എന്ത് നൽകുന്നത്, രാജിക്കത്ത് നൽകുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ അഡ്വക്കേറ്റ് ജനറൽ രാജിക്കത്ത് നൽകേണ്ടത് ആർക്കാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഗവർണർക്കാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അഡ്വക്കേറ്റ് ജനറലിൻ്റെ ശമ്പളത്തെക്കുറിച്ച് നമ്മുടെ ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രത്യേകമായിട്ട് പ്രതിപാദിക്കുന്നില്ല എന്ന കാര്യം ഓർത്തിരിക്കുക. അങ്ങനെയാണെങ്കിൽ കാലാകാലങ്ങളിൽ ഇദ്ദേഹത്തിൻ്റെ ശമ്പളം ആര് തീരുമാനിക്കുമെന്ന് ചോദിച്ചാൽ അവിടെയും ഉത്തരമായിട്ട് വരേണ്ടത് നമ്മുടെ ഗവർണറാണെന്ന കാര്യം ഓർത്തിരിക്കുക. കാലാകാലങ്ങളിൽ അഡ്വക്കേറ്റ് ജനറലിൻ്റെ ശമ്പളം തീരുമാനിക്കുന്ന ഗവർണറാണ്. ഭരണഘടനയിൽ ഇതിൽ പ്രത്യേകമായിട്ടൊന്നും തന്നെ പ്രതിപാദിക്കുന്നില്ല. ഇനി ഔദ്യോഗിക ചുമതലകൾ നിർവഹിക്കുന്നതിനായിട്ട് സംസ്ഥാനത്തെ ഏത് കോടതിയിലും, ഇനി പറയാൻ പോകുന്ന എല്ലാ പോയിന്റുകളും നമ്മുടെ പരീക്ഷകളിൽ ഓരോ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിൽ, ആ ഒരു രീതിയിൽ ഇനിയുള്ള പോയിന്റുകൾ ശ്രദ്ധയോടുകൂടി കേൾക്കുക. എന്താണ്, നമ്മുടെ ഔദ്യോഗിക ചുമതലകൾ നിർവഹിക്കുന്നതിനായിട്ട് നമ്മുടെ സ്റ്റേറ്റിലെ ഏത് കോടതിയിലും, പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ സ്റ്റേറ്റിനുള്ളിലെ ഏത് കോടതിയിലും ഹാജരാകാൻ ആർക്ക് അർഹതയുണ്ട്, നമ്മളിപ്പോൾ പരിചയപ്പെടുന്ന അഡ്വക്കേറ്റ് ജനറലിന് അർഹതയുണ്ട് എന്ന കാര്യം ഓർത്തിരിക്കുക. ഔദ്യോഗിക ചുമതലകൾ നിർവഹിക്കുന്നതിനായിട്ട് സംസ്ഥാനത്തെ ഏത് കോടതിയിലും ഹാജരാകാൻ ആർക്ക് അർഹതയുണ്ട്, അഡ്വക്കേറ്റ് ജനറലിന് അർഹതയുണ്ടെന്ന കാര്യം ഓർക്കുക. മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റിലേക്ക് വരുന്നു. നമ്മുടെ സംസ്ഥാനത്തെ നിയമസഭയിൽ, ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ പങ്കെടുക്കാനും തൻ്റെ അഭിപ്രായം രേഖപ്പെടുത്താനും അധികാരമുള്ള വ്യക്തിയാണ് അഡ്വക്കേറ്റ് ജനറൽ. പ്രീവിയസ് ആയിട്ട് പരീക്ഷകളിൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വന്നിട്ടുള്ളതാണ്. സംസ്ഥാനത്തെ നിയമസഭയിൽ പങ്കെടുക്കാനും തൻ്റെ അഭിപ്രായം രേഖപ്പെടുത്താനും അഡ്വക്കേറ്റ് ജനറലിന് അധികാരമുണ്ട്. പക്ഷേ എന്തില്ല, വോട്ടവകാശമില്ല. അപ്പോൾ സംസ്ഥാനത്തെ നിയമസഭയിൽ പങ്കെടുക്കാനും തൻ്റെ അഭിപ്രായം രേഖപ്പെടുത്താനും അധികാരമുള്ള ഒരു ഭരണഘടനാ പദവി സംസ്ഥാനത്ത് ഏതാണെന്ന് ചോദിച്ചാൽ അഡ്വക്കേറ്റ് ജനറലാണ്. എന്നാൽ അവിടെ വോട്ടവകാശം ഉണ്ടോ എന്ന് ചോദിച്ചാൽ വോട്ടവകാശം ഇല്ല. ഒരു ബില്ലിന്മേലൊക്കെ വോട്ട് ചെയ്യാനുള്ള അവകാശം ആർക്കില്ല, ഈ പറയുന്ന അഡ്വക്കേറ്റ് ജനറലിനില്ല. പക്ഷെ അവിടെ പങ്കെടുക്കാം, അതേപോലെ തന്നെ സംസ്ഥാന നിയമസഭയിൽ പങ്കെടുക്കാം, തൻ്റെ അഭിപ്രായങ്ങൾ പറയാം എന്ന കാര്യം ഓർത്തിരിക്കുക. അതുകൊണ്ട് തന്നെ സംസ്ഥാന നിയമസഭയിലെ അംഗത്തിന് ലഭ്യമായ എല്ലാ ആനുകൂല്യങ്ങളും ഇളവുകളും ആർക്കും ലഭിക്കും, ഈ പറയുന്ന അഡ്വക്കേറ്റ് ജനറലിനും ലഭിക്കും. അതിനെ കണക്ട് ചെയ്ത് പഠിക്കുക. സംസ്ഥാന നിയമസഭയിലെ അംഗത്തിന് ലഭ്യമായ എല്ലാ ആനുകൂല്യങ്ങളും ഇളവുകളും ആർക്കും ലഭിക്കും, അഡ്വക്കേറ്റ് ജനറലിനും ലഭിക്കും എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അഡ്വക്കേറ്റ് ജനറലിൻ്റെ കടമകൾ എന്ന് പറയുന്ന ഭാഗത്തേക്ക് PSC ചോദിക്കാറുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഗവർണർ നിർദ്ദേശിക്കുന്ന നിയമപരമായ കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാരിന് ഉപദേശം നൽകുക. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്താണ്, സർക്കാരിന് എന്ത് ചെയ്യുക, ഉപദേശം നൽകുക. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ്, ഗവർണർ നിർദ്ദേശിക്കുന്ന നിയമപരമായ കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാരിന് ഉപദേശം നൽകുക. രണ്ടാമത്തെ കാര്യം, ഗവർണർ ഏൽപ്പിക്കുന്ന നിയമപരമായ മറ്റ് ചുമതലകൾ നിർവഹിക്കുക. അപ്പോൾ നമ്മുടെ ഗവർണർ ഏൽപ്പിക്കുന്ന നിയമപരമായിട്ടുള്ള മറ്റ് ചുമതലകൾ എന്താണ്, നിർവഹിക്കുക എന്ന് പറയുന്നതും ഈ പറയുന്ന അഡ്വക്കേറ്റ് ജനറലിൻ്റെ ചുമതലയാണ് എന്ന കാര്യം ഓർക്കുക. നമ്മുടെ ഭരണഘടനയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിയമമോ അദ്ദേഹത്തിന് നൽകിയിട്ടുള്ള ചുമതലകൾ എന്ത് ചെയ്യുക, നിർവഹിക്കുക. അപ്പം നമ്മുടെ ഭരണഘടനയിൽ ഇന്ന ചുമതല അഡ്വക്കേറ്റ് ജനറൽ ചെയ്യണമെന്ന് കൊടുത്തിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നിയമം നമ്മുടെ രാജ്യത്ത് കൊണ്ടുവരുമ്പോൾ അതിൽ ഇന്ന കാര്യങ്ങൾ അഡ്വക്കേറ്റ് ജനറൽ നിർവഹിക്കണം എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ നിർവഹിക്കുക എന്ന് പറയുന്നതും
ആരുടെ ചുമതലയാണ്? അഡ്വക്കേറ്റ് ജനറലിൻ്റെ ചുമതലയാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഗവർണർ നിർദ്ദേശിക്കുന്ന നിയമപരമായ കാര്യങ്ങളിൽ ആർക്ക് ഉപദേശം നൽകുക? സംസ്ഥാന സർക്കാരിന് ഉപദേശം നൽകുക. ഗവർണർ ഏൽപ്പിക്കുന്ന നിയമപരമായ മറ്റ് ചുമതലകൾ നിർവഹിക്കുക. ഭരണഘടനാപരമായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിയമപരമായിട്ടോ അദ്ദേഹത്തിന് നൽകിയിട്ടുള്ള ചുമതലകളുണ്ടെങ്കിൽ അതൊക്കെ നിർവഹിക്കുക എന്നത് ആരുടെ കടമയാണ്? അഡ്വക്കേറ്റ് ജനറലിൻ്റെ കടമയാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ ഒരു ചോദ്യമുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു സർക്കാരിന് ഉപദേശം നൽകുക എന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ അഡ്വക്കേറ്റ് ജനറൽ പദവിയിൽ ഇരുന്നുകൊണ്ട് സംസ്ഥാന സർക്കാരിന് എതിരായിട്ട് നിയമോപദേശം നൽകാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റില്ല എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത്. അഡ്വക്കേറ്റ് ജനറൽ പദവിയിൽ ഇരുന്ന് സംസ്ഥാന സർക്കാരിന് എതിരായിട്ട് നിയമോപദേശം നൽകാൻ പറ്റുമോ? ഇല്ല, പറ്റില്ല എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൻ്റെ അവസാന പോയിന്റിലേക്ക് വരികയാണ്. കേരള സംസ്ഥാനത്തെ ആദ്യത്തെ അഡ്വക്കേറ്റ് ജനറൽ ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് നമ്മുടെ KV സൂര്യനാരായണ അയ്യറാണ്. KV സൂര്യനാരായണ അയ്യറാണെന്ന കാര്യം ഓർത്തിരിക്കുക. 1957 കാലഘട്ടത്തിലാണ് അദ്ദേഹം ഈ ഒരു പദവിയിലേക്ക് വരുന്നത്. പരീക്ഷയ്ക്ക് ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് നിലവിൽ ആരെന്നാണ്? K ഗോപാലകൃഷ്ണ കുറുപ്പാണ്. ആരാണ്? K ഗോപാലകൃഷ്ണ കുറുപ്പാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. K ഗോപാലകൃഷ്ണ കുറുപ്പ് എന്ന പേര് ഓർത്തിരിക്കുക. അപ്പോൾ നിലവിൽ ആരാണ്? K ഗോപാലകൃഷ്ണ കുറുപ്പാണ്. അപ്പോൾ നമ്മളിവിടെ പരിചയപ്പെട്ടത് അഡ്വക്കേറ്റ് ജനറൽ എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ ഒരു റിവിഷൻ ക്ലാസ് ആണ്. ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. പഠിച്ച കാര്യങ്ങളൊന്ന് റിവൈസ് ചെയ്യുക. ഇല്ലെങ്കിൽ ഈ പറഞ്ഞ എല്ലാ പോയിന്റുകളുമാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. ഇതിനുള്ളിൽ നിന്നേ ചോദ്യങ്ങൾ വരുള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങൾ നിർബന്ധമായും പഠിച്ചിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാനായിട്ട്. ഇപ്പോൾ കേരള PSC ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഹോട്ട് ടോപ്പിക്കുകളിൽ ഒന്നാണ് അഡ്വക്കേറ്റ് ജനറൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടോപ്പിക്കിൽ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അത് നിങ്ങൾക്ക് ഗുണപ്രദമായിരിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് ക്ലാസ് അവസാനിപ്പിക്കുന്നു. അടുത്ത ക്ലാസ് കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.